മാനേജ്മെന്റ് അയച്ചിരിക്കുന്നത് ഒരു പവറും ഇല്ലാത്ത ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങൾ ആ ഒരു സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ സാർ പറയുന്ന ഒരുപാട് പരസ്പര വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഉൾപ്പെടെ ഈ റാം സർ എന്ന് പറഞ്ഞ ആള് കറുത്തവനാണ്. ആ കറുത്ത ആൾക്ക് എങ്ങനെ കറുത്ത ആളെ അധിക്ഷേപിക്കാൻ പറ്റും എന്ന് വരെ അത്രയും പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ, ഒരു പവർ ഇല്ലാത്ത ആളെ ഇങ്ങോട്ട് വിട്ടേക്കുവാണ്. അതായത് ഞങ്ങൾക്കിവിടെ സ്റ്റുഡൻസിൻ്റെയും ബാക്കി എല്ലാ വിദ്യാർത്ഥികളുടെയും എന്താണ് ബിഹാഫ് ഓഫ് പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സംഭവം നടന്നിട്ട് 4 ദിവസം ആയിട്ടും മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു പ്രതികരണവും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിതിലൊരു പ്രതികരണം കിട്ടണമെന്ന് വിചാരിച്ച് മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കാൻ നോക്കിയപ്പോൾ ഒരിക്കൽ ക്ഷമിക്കണം, ഇൻസിഡന്റ് നടന്ന അന്ന് മുതൽ ഞങ്ങൾ മാനേജ്മെന്റിനെ പല രീതിയിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പോലും ഒരു റിപ്ലൈ പോലും ഞങ്ങൾക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. മാനേജ്മെന്റ് അയച്ചിരിക്കുന്നത് ഒരു പവറും ഇല്ലാത്ത ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങൾ ആ ഒരു സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ സാർ പറയുന്ന ഒരുപാട് പരസ്പര വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഉൾപ്പെടെ ഈ റാം സർ എന്ന് പറഞ്ഞ ആള് കറുത്തവനാണ്. ആ കറുത്ത ആൾക്ക് എങ്ങനെ കറുത്ത ആളെ അധിക്ഷേപിക്കാൻ പറ്റും എന്ന് വരെ അത്രയും പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ, ഒരു പവർ ഇല്ലാത്ത ആളെ ഇങ്ങോട്ട് വിട്ടേക്കുവാണ്. അത് മാനേജ്മെന്റിന്റെ ആളാണ്. അതെ, ഞങ്ങൾക്ക് ഇപ്പോൾ മാനേജ്മെന്റ് ഇന്ന് വരണം. പവർ ഉള്ള ആരെങ്കിലും ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ ഡിസിഷൻ മേക്ക് ഓൺ ദി സ്പോട്ട് ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ മാനേജ്മെന്റിനോട് സംസാരിക്കും. മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് അതിലൊരു തീരുമാനം വന്നില്ലെങ്കിൽ മാത്രം ഞങ്ങൾ മീഡിയ അപ്രോച്ച് ചെയ്യാനാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു ആൾ, അതായത് നമ്മുടെ MD ഡോക്ടർ അദ്നാൻ, അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ അതേ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ ബാക്കിയുള്ള HOD ഉൾപ്പെടെ ആരും വിചാരിച്ചിട്ടും ഇവര് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടോ ഇവര് കിട്ടുന്നില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് ഡോക്ടർ റാം എന്ന വ്യക്തിയെ പുറത്താക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുപരി അത് മാത്രമല്ല കുറെ അധികം ഇതുകളുണ്ട്. നിങ്ങൾക്ക് മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് ഇതുവരെ? ഞങ്ങൾ കണ്ടിട്ടില്ല. മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പളെ വിളിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാർ സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂർ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. അവര് എന്തൊക്കെയോ നമുക്കറിയില്ല, അവരെന്താണ് ആരാണ് ഒന്നും അറിയില്ല. ഇല്ല, അതെല്ലാം നമ്മള് മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുകയാണ്. നമുക്ക് അങ്ങനത്തെ ഈ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് റാം സാറിന്റെ എതിരെ ആക്ഷൻ